പണ്ട് VJT ഹാളിൽ സമസ്യ കളിച്ചപ്പോൾ പിന്നീട് ഡയറക്ടറായ പത്മരാജനും KP കുമാരനും വന്ന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ഇങ്ങനെ തോന്നൽ. അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ട്. ഇതിനിടയ്ക്ക് വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു വിളി വന്നു. അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒന്നും അല്ല. അവിടെ ശിവൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. സാധാരണ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇത് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫറായ സന്തോഷ് ശിവൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ യോദ്ധ എന്നുള്ള പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത സംഗീത് ശിവൻ്റെ അച്ഛൻ. അപ്പോൾ ഈ ശിവൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് KS നമ്പൂതിരി തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു എഴുത്തെഴുതി. ഞാനിവിടെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുകയാണ്. അതിൻ്റെ കഥ N മോഹനൻ്റേതാണ്. N മോഹനൻ എന്ന് പറഞ്ഞാൽ KS പറഞ്ഞിരിക്കുന്ന മോഹനൻ ചേട്ടൻ്റെയാണ്. ലളിതാംബി അന്തർജനത്തിൻ്റെ മകനാണ് N മോഹനൻ. സുപ്രസിദ്ധ ചെറുകഥാകൃത്താണ്. എത്രയെത്ര ഗംഭീര ചെറുകഥകൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കത്താത്ത കാർത്തിക വിളക്ക് എന്ന് പറയുന്ന ഒരു കഥ ശിവൻ സ്റ്റുഡിയോയിലെ ശിവൻ സിനിമയാക്കുന്നു. അതിൽ ഒരു വേഷമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ വരിക, സംസാരിക്കാം. ഇതാണ് ഇല്ലൻഡിലുള്ള എഴുത്തിൻ്റെ പൊരുൾ. എനിക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം ഇത് കിട്ടിയ ഉടനെ 2 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ അതിനകത്ത് അദ്ദേഹം താമസിക്കുന്നത് KS നമ്പൂരി താമസിക്കുന്ന N മോഹനൻ്റെ കൂടെയാണ്. മോഹൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. KSനേക്കാളും സീനിയറാണ്. KS മോഹൻ ചേട്ടൻ എന്നാണ്. മോഹൻ ചേട്ടൻ്റെ അവിടെയാണ് പുള്ളി പബ്ലിക് റിലേഷൻ ഓഫീസറോ മറ്റോ ആ ഓഫീസിലാണ് പുള്ളിക്ക് ജോലി. അദ്ദേഹം കാലടി കോളേജിൽ ലെക്ചറായിരുന്നു ആദ്യകാലത്ത്. അവിടുന്ന് ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ, ട്രിവാൻഡ്രത്ത് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പോകുന്ന ആളാണ്. സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നാൽ മതി. അവിടുത്തെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, ലാൻഡ് ഫോൺ നമ്പർ. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ശനിയും ഞായറും 2 ദിവസം അവധിയുള്ള അവസരത്തിൽ വണ്ടി കയറി അവിടെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിലെ ഹീറോയുടെ വേഷമാണ് ഇത്. കത്താത്ത കാർത്തിക വിളക്ക് എന്ന് പറയുന്ന കഥ, ഒരു നമ്പൂതിരി പയ്യൻ, അവിടെ വീണ്ടും നമ്പൂരിയാണ്, ഒരു നമ്പൂതിരി പയ്യൻ ഈ ആക്ടിവിസ്റ്റ് ആവുന്നതും, അത് കഴിഞ്ഞിട്ട് അറിയാതെ അയാൾക്ക് ഒരു ട്രെയിനിൻ്റെ സ്ഫോടനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നതും, ആ സ്ഫോടനത്തിൽ സ്വന്തം സിസ്റ്ററെ പോലെ താൻ ബിഹേവ് ചെയ്തിരുന്ന കുട്ടിയടക്കം പലരും മരിക്കുന്നതുമായിട്ടൊരു കഥയാണ്. അപ്പോൾ അതാണ് ട്രാജഡി, ദാരുണമായ ഒരു അന്ത്യമുള്ളൊരു കഥ. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പേര് നിർദ്ദേശിക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. നിനക്കെന്താ തോന്നുന്നത് എന്നോട് ചോദിച്ചു. ഞാനിങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞൊരു പേരാണ് യാഗം എന്നുള്ളത്. അതൊരു യാഗത്തിൻ്റെ കഥയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ യാഗം, ശിവൻ എന്നിട്ട് യാഗം എന്നുള്ള പേര് ഇടുകയും എന്നെ ശിവൻ്റെ അടുത്ത് ഇവർ കൊണ്ടുപോവുകയും ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പം അതങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ബാബുവിൻ്റെ ക്യാമറയിൽ ബാബുവിൻ്റെ കണ്ണിങ്ങനെ തിളങ്ങി നിൽക്കും. അത് ഒരു പക്ഷേ ഈ കഥകളിയുടെ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കാം, കണ്ണ് സാധകം ചെയ്തുകൊണ്ടായിരിക്കാം, വളരെ ഗംഭീരമായിരിക്കും, നമുക്ക് ഏതായാലും ഇങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അതിൽ പ്രധാന വേഷം ചെയ്യുന്നത് ഞാനായി. ആറന്മുള പൊന്നമ്മ ചേച്ചി വേറൊരു പ്രധാന വേഷം ചെയ്യുന്നു. പ്രേംജി വേറൊരു വേഷം ചെയ്യുന്നു. ജലജ ഹീറോയിനാവുന്നു. പിന്നെ നമ്മുടെ അന്തരിച്ചു പോയ സുപ്രസിദ്ധ നടി കൽപ്പനയാണ് വേറെ ദൂരെ താമസിക്കുന്ന ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ പെട്ടുപോകുന്നതിൻ്റെ സഹോദരി സ്ഥാനീയായ ഒരു സ്ത്രീ എന്ന് ഞാൻ പറഞ്ഞത്. ആ കുട്ടിയായിട്ട് വലിയ കുട്ടിയാണ്, കൊച്ചു കുട്ടിയാണെന്ന് കൽപ്പനയുടെ അമ്മ വിജയലക്ഷ്മി, ഇവരൊക്കെ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. കൽപ്പനയുടെ സിസ്റ്റർ അതിൽ അഭിനയിക്കുന്നില്ല എന്ന്. കൽപ്പനയും വിജയലക്ഷ്മിയും മാത്രം അമ്മയും മകളുമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. വേറെ ഒത്തിരി, ജോൺ സാമുവൽ ഒക്കെ ആ സിനിമയിൽ അഭിനയിച്ച ആളുകളാണ്. ആ സിനിമ യാഗം എന്നുള്ള പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ അവസാന ഘട്ടം. ആ അവസാന ഘട്ടത്തിൽ 2 സിനിമകളാണ് പ്രധാനമായിട്ട് നോട്ടബിളായിട്ടന്ന് ഇറങ്ങിയത്. ഒന്ന് പെരുവഴി അമ്പലം, ഇത് യാഗം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മിക്കവാറും എല്ലാം നടന്നത് ഈ ശിവൻ്റെ ജന്മദേശമായ ഹരിപ്പാട്ടാണ്. ഹരിപ്പാട്ട് ഒരു പാലസുണ്ട്. പാലസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേരളത്തിലെ പാലസ് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു പഴയ തറവാട് വീട് പോലെ, അതാണ് പാലസ്. ആ പാലസിലും ഈ മണ്ണാർശാല ആ ക്ഷേത്രത്തിൻ്റെയോടനുബന്ധിച്ചുള്ള സർപ്പക്കാട്ടിലും കാടൊക്കെ കാണിക്കുന്ന അവിടെയാണ്. രാത്രിയിലൊക്കെ എഴഞ്ഞെഴഞ്ഞ കാട്ടിലൂടെ നടക്കേണ്ടതായിട്ടുള്ള എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു രൂക്ഷതയൊന്നും അറിയാൻ മേലായിരുന്നു. മണ്ണാർശാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഏരിയയിൽ സർപ്പങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ആ ഷൂട്ടിംഗ് കഴിയുന്ന മുറയ്ക്കാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കിയത്. അർദ്ധരാത്രിയിലൊക്കെയാണ് ഷൂട്ട്. കാരണം ക്ഷേത്രത്തിലെ ആളുകളൊക്കെ മടങ്ങിപ്പോണം. അവരൊക്കെ പോയതിന് ശേഷം ഇവിടെ വേറെ ഒന്നും പാടില്ല. വളരെ സൈലൻ്റായിട്ടുള്ള രാത്രിയിൽ ചില ബോംബുകൾ വയ്ക്കാനും അതിനും ഇതിനുമൊക്കെ എഴഞ്ഞെഴഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ, അല്ല റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് കാട്ടിലൂടെ മറ്റൊരു സ്ഥലത്ത് എത്തുന്ന, ഇത് വയ്ക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്ന ആ ഒരു ഷോട്ടാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു രംഗമാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഇത് പിന്നെ ബാക്കി ഒരു പാലസിൻ്റെ അകത്തും ഇത് ഏതാണ്ടൊരു 20-25 ദിവസം കൊണ്ട് അതിൻ്റെ ഷൂട്ട് ഫിനിഷ് ചെയ്തു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും വളരെ ഗംഭീര അഭിപ്രായം പറഞ്ഞു. പക്ഷേ അത് ഒരു കമേഴ്ഷ്യൽ സിനിമ അല്ലാതിരുന്നത് കൊണ്ട് അപ്പോഴേക്കും ഈ സിനിമയുടെ പാറ്റേണൊക്കെ മാറിയിട്ട് കളർ ഫിലിംസൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് മാത്രമല്ല, പത്മരാജൻ്റെ പടം ഇറങ്ങി, പെരുവഴി അമ്പലം ഇറങ്ങി, നമ്മുടെ കോട്ടയംകാരനായ പ്രകാശ് എടുത്ത പടം. അതന്ന് അശോകനെ എന്ന് പറഞ്ഞാൽ നടൻ അശോകൻ, അന്ന് നങ്ങിയാർ കുളങ്ങര കോളേജിലോട്ട് പഠിക്കുന്ന അശോകനാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന അശോകൻ ചെയ്ത ആ പടമാണ് പെരുവഴി അമ്പലം. ഈ 2 പടമാണ് അന്ന് നോട്ടബിളായിട്ട് വന്നത്. പക്ഷേ അന്ന് സ്റ്റേറ്റിൽ ഒരു റെക്കഗ്നീഷൻ ഒന്നും ഈ പടത്തിന് കാര്യമായിട്ട് കിട്ടുകയുണ്ടായില്ല. പക്ഷേ അവിടെ കേന്ദ്രത്തിൽ ആ കൊല്ലത്തെ വെള്ളിത്താമര, മലയാളത്തിലെ ഏറ്റവും നല്ല ആ വർഷത്തെ പടം എന്നുള്ളൊരു അംഗീകാരം ശിവൻ്റെ യാഗത്തിന് കിട്ടുകയുണ്ടായി. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പടം. ഇതാണ് ഈ മോഹനൻ ചേട്ടൻ്റെ കഥയിൽ സ്ക്രിപ്റ്റ് ഇദ്ദേഹം എഴുതിയ, KS നമ്പൂരി എഴുതി, ശിവൻ ഡയറക്റ്റ് ചെയ്ത, കാമ്പിളി എന്ന് പറയുന്ന ആൾ ഇത് ക്യാമറ ചെയ്ത, സന്തോഷ് ശിവനെ ഒക്കെ പരിചയപ്പെട്ട ചില സ്റ്റിൽസ് എല്ലാം സന്തോഷം അന്ന് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതേ ഉള്ളൂ. സന്തോഷിൻ്റെ വീടിൻ്റെ സമീപത്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതൊരു വലിയ ഓർമ്മയായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ സിനിമ ഇത്രയൊക്കെ ഈ സിനിമയുടെ ഒരു ആഗ്രഹം മനസ്സിൽ കയറി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കഴിഞ്ഞപ്പോൾ ഇനിയും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോഴാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളെ, ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ കണ്ട് സിനിമയിൽ ഈ ആളെ എടുക്കുന്നയാൾ, അങ്ങനെയൊക്കെ ഒരു ഭാഷയാണല്ലോ അന്ന് പറയുക, അതായത് ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇവരുടെയൊക്കെ നമ്പർ സംഘടിപ്പിക്കുന്ന ഒരു പ്രക്രിയ വേറെ ആരും അറിയാതെ തുടങ്ങി. അങ്ങനെ പ്രസിദ്ധന്മാരായ പല ഡയറക്ടേഴ്സിൻ്റെ നമ്പർ വാങ്ങിച്ച് എൻ്റെ ഫോട്ടോ എടുത്ത്, ഫുൾ സൈസ് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയും കൂടി അടക്കം ചെയ്ത് ഈ മറുപടി കവറും വച്ച്, അതാണല്ലോ ഒരു സാധാരണ മര്യാദ, ഇതിന് അയക്കുകയുണ്ടായി. അത് അയച്ച പലരും റിപ്ലൈ പോലും അയച്ചിട്ടില്ല. അത് അയച്ച പലരെന്ന് പറഞ്ഞാൽ കേമന്മാരായ അന്നത്തെ ഡയറക്ടേഴ്സ്, അതായത് IV ശശി, PG വിശ്വംഭരൻ, പിന്നെ ഒത്തിരി ആളുകളുണ്ട്. വേറെ AB രാജ് എന്നൊക്കെ പറയുന്ന ഡയറക്ടേഴ്സാണ്. ബേബി ഡയറക്ടർ, ശ്രീകുമാരൻ തമ്പി, ഇവരൊക്കെ വലിയ ഡയറക്ടേഴ്സാണെന്ന്. ഇവർക്കൊക്കെ എന്ന് പറയുന്ന എനിക്കറിയാവുന്ന പലരെയും, ഇപ്പോൾ പറയാത്ത ആളുകളുടെ പേരിലും കൂടെ അന്ന് ഈ ഇത് അയക്കുകയുണ്ടായി. ഡയറക്ടർ ജോഷി, ഇവർക്കൊക്കെ എഴുത്തയക്കുക. ഫോണ് അവർക്കൊക്കെ ലാൻഡ് ഫോണേ ഉള്ളൂ. പലപ്പോഴും ലാൻഡ് ഫോൺ വരുമ്പോൾ എടുക്കുകയില്ല. ചാൻസ് ചോദിച്ച് വരുന്ന ആളുകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും എടുത്തിട്ട് ആരാ, എന്താ പേര്, എന്താ കാര്യം, എന്താണ്, അപ്പം സാർ അവിടെ ഉണ്ടോ, ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കട്ട് ചെയ്യും. അപ്പോൾ പറ്റില്ല. കാരണം അവർക്ക് നിവൃത്തിയില്ല. ഇത് സിനിമാ മോഹം കയറിയ ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എഴുത്ത് തന്നെയാണ് നല്ലതെന്ന് കണ്ട എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച്
ഞാനിങ്ങനെ MSc കാരനാണ്, ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്തൊരു സിനിമ ഇതാണ്, അതിൽ ഹീറോയാണ്, ഇന്ന ആളുകളാണ് അഭിനയിച്ചത്, ഡയറക്റ്റ് ചെയ്ത ഇന്നയാളാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ന പുരസ്കാരം പടത്തിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഒരു ബയോഡേറ്റ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച ഫോട്ടോ സഹിതം അദ്ദേഹത്തിന് എല്ലാവർക്കും അയച്ചു കൊടുത്തു. ആ ഇടയ്ക്ക് ആണ് IV ശശിയുടെ ഒരു മറുപടി എനിക്ക് കിട്ടുണ്ടായി. അപ്പോൾ 78 കൂടിയാണ് യാഗം കഴിയുന്നത്. 79, 80 കാര്യമായ പ്രതികരണം ഒരു സ്ഥലത്തും ഇല്ല. 80കളിൽ ഈ അഹം എന്നുള്ള നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനറിയാതെ ഈ അഹം എന്ന് പറയുന്ന നാടകം കാണാനായിട്ട് ശ്രീ MT വാസുദേവൻ നായരും ശ്രീ IV ശശിയും കോഴിക്കോട്ട് തിയേറ്ററിൽ നാടകം കാണാൻ വന്നിട്ടുണ്ടായി, ഫൈൻ ആർട്സ് ഹാളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയുന്നില്ലത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് മുമ്പാണ് ഞാൻ അവർക്ക് എഴുത്തയച്ചു. അവർക്കെന്ന് പറഞ്ഞാൽ IV ശശിക്ക് എഴുത്തയച്ചത്. അപ്പോൾ ആ എഴുത്ത് കിട്ടിയിട്ടായിരിക്കണം അദ്ദേഹം ഈ നാടകം കാണാനായിട്ട് വന്നത്. ഇദ്ദേഹം കൂട്ടി സ്ക്രിപ്റ്റ് എഴുതിയ IV ശശി പിന്നീട് ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ MT വാസുദേവൻ നായർ സാറിനെയും കൂടെ കൂട്ടി, അല്ലെങ്കിൽ വാസുവേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുക, അദ്ദേഹം കൂട്ടി വന്നത്. രണ്ടുപേരും നാടകം കണ്ടു. അത് കഴിഞ്ഞിട്ട് അവർ ഗ്രീൻ റൂമിൽ വന്നില്ല, എന്നോട് മിണ്ടിയില്ല, അവർ പോയി. അവർ വന്നിട്ടുണ്ട്, നാടകം കണ്ടു പോയി എന്നറിഞ്ഞത് നാടകം കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ. മാത്രമല്ല അവരുടെ വായിന്നത് കേട്ടത് പിന്നീട് എന്നെ ഞാൻ ഫോട്ടോയും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ട് റിപ്ലൈക്ക് കവറും കൂടെ വെച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു മറുപടി വന്നു. ഇന്ന ദിവസം മദ്രാസിൽ ഇന്ന സ്ഥലത്തുനിന്ന് വന്നാൽ തിരക്കേടില്ല, സിനിമയുടെ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്, ശ്രീ MTയും ഉണ്ടാവും അവിടെ. ഇങ്ങനൊരു എഴുത്ത്. IV ശശി, സസ്നേഹം IV ശശി. നല്ലൊരു പെട്ടെന്നൊരു സ്നേഹം തോന്നുന്ന രീതിയിലുള്ളൊരു എഴുത്ത്. അപ്പോൾ പറഞ്ഞ ഡേറ്റിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയി. അന്ന് മദ്രാസിലെ ഏറ്റവും പോഷ് ഹോട്ടലാണ് പാം ഗ്രൂവ്. ആ ഹോട്ടലിലാണ് മുറി. MT ഒക്കെ അവിടെ താമസിക്കുകയാണ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട്. അവിടെ ഒരു മുറിയുണ്ട്, എല്ലാം ഗുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നെ ഇവരുടെ IV ശശി MD ഇരിക്കുന്ന മുറിയിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ എന്നോട് മറ്റ് നാട്ടുവിശേഷം കാര്യമൊക്കെ ചോദിച്ചു. യാത്ര എങ്ങനെ, സുഖമായിരുന്നു, അങ്ങനെ കുശലാന്വേഷണത്തിന് ശേഷം നമ്പൂരിയുടെ ഒരു കാര്യം ചോദിക്കാനാണ് ഇപ്പോൾ വിളിപ്പിച്ചത്. നമുക്ക് ഈ ഞാൻ ചെയ്യാനുള്ള ഒരു പടത്തിൽ ഒരു വേഷമുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ആരെങ്കിലും ഒരു നാടകത്തിൻ്റെ ഒരു സംസ്കാരമുള്ള ആളെന്നുള്ള നിലയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മാത്രമല്ല ഇനിയിപ്പോൾ നമ്പൂരി തന്നെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റും ഒക്കെ ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പങ്കെടുക്കാൻ പറ്റുമോ, ഇതൊക്കെ അറിയാനാണ്. ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ ചോദിക്കുന്നത്? നാടകത്തിൽ അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ട്, പിന്നെ ആ നാടകത്തിൽ ഇന്നയാൾ പറ്റുമോ എന്നാണെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്നറിയാതെ ഞാൻ മറുപടി എന്താ പറയേണ്ടത്, പറയാൻ ബുദ്ധിമുട്ടാണ്. പലരുടെയും പേര് വേണമെങ്കിൽ ചുമ്മാ എനിക്ക് പറയാവുന്നുള്ളതല്ലാതെ, പിന്നെ ഒരു മേക്കപ്പ് ടെസ്റ്റിന് തയ്യാറായിട്ടാണോ ഇപ്പോൾ ഇരിക്കുന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനും തയ്യാറായിട്ടാണ് ഇരിക്കുക. കാരണം എനിക്ക് അത്രയൊരു ഭംഗിയായ ഒരു എഴുത്താണ് കിട്ടിയത്. സിനിമയിൽ അഭിനയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മേക്കപ്പ് ടെസ്റ്റിന് വിധേയനാവാൻ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പം MO ദേവസ്യ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് IV ശശിയുടെ മേക്കപ്പ് മാൻ. എല്ലാ സിനിമയിലും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും ഒക്കെയാണ്.
അപ്പോൾ എൻ്റെ മുറിയിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എൻ്റെ മുറിയിൽ എം ഒ ദേവസ്യ വരുന്നു, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം മേക്കപ്പ് ചെയ്യുന്നു. ഒരു വിഗ് വയ്ക്കാമല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ വിഗ് വെച്ചിട്ടില്ല. നാടകത്തിൽ ഒരു കുടുംബയൊക്കെ ഉള്ളൊരു വിഗ് വെച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രായമുള്ള ഒരാളായിട്ട് എനിക്കൊരു 60-65 വയസ്സുള്ള ഒരാളുടെ 60-ന് മുകളിൽ ഒരാളുടെ ഒരു വേഷമാണ് ചെയ്യേണ്ടത്. അങ്ങനെ വിഗേ വെച്ചിട്ടുള്ളൂ. അതൊരു കുടുംബയായിരുന്നു. പിന്നെ താടി ഒട്ടിച്ചിരുന്നു നാടകത്തിൽ. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വിഗ് വെച്ചിട്ടില്ല. ഏതായാലും നോക്കാം നമുക്ക്. പുള്ളി വിഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2-3 വിഗ്. അപ്പോൾ അത് ഒരു വിഗ് വെച്ച് എന്നെയും കൂട്ടി വീണ്ടും മറ്റ് 2 പേരും ഇരിക്കുന്ന മുറിയിലേക്ക് പോയി. അപ്പോൾ വിഗും എൻ്റെ മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് അവർ വേറെ ചില സജഷൻസ് ഇദ്ദേഹത്തിന് ഈ മേക്കപ്പ് കാരനായ എം ഒ ദേവസ്യയ്ക്ക് നൽകുകയും വീണ്ടും അദ്ദേഹം എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി വിഗ് മാറി വെച്ച് വീണ്ടും ഈ ഡയറക്ടറുടെ മുറിയിലേക്ക് കൊണ്ടുപോയും അവരെ ഇത് മതി ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറഞ്ഞ് ഇത് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളൊരു ഇതാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് മുറിയിലെത്തിക്കഴിഞ്ഞപ്പം എം ഒ ദേവസ്യ എന്നെ കെട്ടിപ്പിടിച്ച്, സാറേ വളരെ സന്തോഷമായി, എൻ്റെ കൈ പിഴയ്ക്കുകയില്ല. എനിക്ക് വലിയ ശങ്കയുണ്ടായിരുന്നു. സാറ് ഇതിപ്പോൾ ആദ്യം അവിടെ ചെന്ന് അവിടെ കണ്ടു, വിഗ് മാറണമെന്ന് പറഞ്ഞു, അല്ല അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലേ എന്നെനിക്ക് ശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് മാറ്റി വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ഇനി നമുക്ക് കാണാം, സാറിൻ്റെ നല്ല കാലം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈ ചേർത്ത് പിടിച്ച് കണ്ണിൽ വെച്ച് അങ്ങനെയൊക്കെ വികാര വിക്ഷോഭം എല്ലാം കാണിച്ച് പിറ്റേ ദിവസം അപ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡ്യൂസർ വരുന്നു. പിറ്റേ ദിവസം എനിക്ക് തിരികെ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റ്. ഞാൻ അങ്ങോട്ട് പോയത് 3rd ക്ലാസ്സിലാണ്, ഇങ്ങോട്ട് എനിക്ക് പോരാൻ 1st ക്ലാസ് ടിക്കറ്റ്. പിന്നെ ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു കുറച്ച് രൂപ, ഒരു 2000 or 3000 അത്രയും രൂപ അതൊരു കവറിലിട്ട്, മാത്രമല്ല അഡ്വാൻസ് എന്ന് പറയുന്നത് 10,000 rupees. ഞാൻ വരണ്ടു പോയി. കാരണം ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ എനിക്ക് കിട്ടുന്ന 30 രൂപയാണ്. അപ്പോൾ ഇവിടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചില്ല, ഇവിടെ വന്ന് ഒരു മേക്കപ്പ് ടെസ്റ്റിന് വിധേയനാകുക മാത്രം ചെയ്ത് ഞാൻ ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം വൈകുന്നേരത്തെ ട്രെയിനിൽ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് 10,000 രൂപ കയ്യിലും വേറെ പോകുന്ന വഴിക്കുള്ള ആഹാരത്തിന് ഒരു പോക്കറ്റ് മണി എന്നുള്ള ഒരു 2,000 രൂപയും 12,000 രൂപ ടിക്കറ്റ് 10 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കണ്ട, നമുക്ക് എറണാകുളത്തല്ലേ കോട്ടയത്ത് ചെന്നിറങ്ങാം. ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം അറിയിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നാണ് എവിടെയാണ് വരേണ്ടതെന്ന് അങ്ങോട്ട് ടെലിഗ്രാം അടിക്കും, അതനുസരിച്ച് വന്നാൽ മതി. പിന്നെ ഇടയ്ക്ക് വേണേൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ എന്നെ വിളിച്ചോളൂ എന്ന് പറയുന്ന ഡയറക്ടറുടെ നമ്പർ, ഒരു പേഴ്സണൽ നമ്പറുണ്ട് അദ്ദേഹത്തിന്, അതെനിക്ക് തരികയും പിന്നെ ഈ ദേവസ്യ എന്ന് പറയുന്ന എം ഒ ദേവസ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നമ്പർ, വീട്ടിലെ നമ്പർ എനിക്ക് തരികയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കണം, എല്ലാ സഹായവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പറഞ്ഞ് വളരെ കൂടിയലായിട്ട് എന്നെ യാത്രയാക്കി പോന്നു. ഈ മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം മദ്രാസിലെത്താൻ പറഞ്ഞു. അന്നും മദ്രാസിൽ എത്തിയിട്ട് ഈ പറഞ്ഞ ഹോട്ടലിൽ തന്നെ പാംഗുരുവിൽ തന്നെ താമസിച്ചു. പിറ്റേ ദിവസത്തെ ട്രെയിനിനാണ് പോവുക കൊടൈക്കനാലിൽ. മീറ്റർ ഗേജാണത്. അതിൽ മറ്റ് ആർട്ടിസ്റ്റുകളുമുണ്ട്, പിന്നെ ക്യാമറാമാനുണ്ട്, ജയാനൻ വിൻസെൻ്റാണ് ക്യാമറ, ഡയറക്ടറുണ്ട്. അപ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും ഞാനും ക്യാമറാമാനും അതിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാനായിട്ട് സെലക്ട് ചെയ്ത 2 കുട്ടികളും. 2 കുട്ടിയെന്ന് പറയാൻ മേല, 2 നടിമാർ. എനിക്കവരെ ഒരു പരിചയമില്ല. പിന്നെ വേറെ പേരറിയാത്ത, എനിക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റുന്നില്ലാത്ത വേറെ ഒരാളും അത്രേ അവിടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ മറ്റ് ടീം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ട്രെയിനിൻ്റെ ബോഗിയിൽ വേറെ എവിടെയോ കയറിയിട്ടുണ്ട്. 1st ക്ലാസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുന്നു. അന്ന് ചെല്ലുന്ന ദിവസം ഒരു രാവിലെയാണ് ചെല്ലുന്നത്, അന്ന് ഷൂട്ടില്ല. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഡയറക്ടറൊക്കെ മറ്റേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് റഷീദ് കാരാപ്പുഴ എന്ന് പറയുന്ന ആളാണ്. റഷീദ് എന്ന് പറയുന്ന ആൾ ഈ കാരാപ്പുഴ കോട്ടയത്ത് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ കോട്ടയംകാരെന്നുള്ള ഒരു പരിഗണന എനിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ മദ്രാസിൽ വെച്ച് തന്നെ ഒരു പ്രാവശ്യം ഈ മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിൽ വന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, ദിനകരൻ എന്ന് പറയുന്നത്, ഈ IV ശശിയുടെ, കാരാപ്പുഴയല്ല, അല്ല ഈ റഷീദ് കാരാപ്പുഴയല്ല, അതിൻ്റെ അസിസ്റ്റൻ്റ്, അയാളുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ടുള്ള ഒരു ദിനകരൻ വന്ന് എന്നോട് പറഞ്ഞു, ഒരു കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രസരിപ്പ് മുഖത്തിനുണ്ടാക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. കാരണം ആപ്പിളൊക്കെ ധാരാളം കഴിക്കുക എന്ന് പറഞ്ഞാൽ കവിളൊക്കെ ഇങ്ങനെ തുടുത്ത കവിള്
അങ്ങനെയൊക്കെ ഉണ്ടാവണം. അന്ന് അങ്ങനെയാണ് ഈ മലയാള നാടക, തെക്കേ ഇന്ത്യയിലെ നാടക അല്ലെങ്കിൽ സിനിമാ വേദിയിലെ നായക സങ്കല്പം അതാണ്. വെളുത്ത് തുടുത്ത ഒരു സുന്ദരക്കുട്ടൻ. എങ്ങനെ ആളുകൾക്ക് നാടകം ഈ നടനാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹീറോയാകാൻ പറ്റുള്ളൂ. കാരണം നസീർ സാറ് അതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത്. പിന്നീട് അതിനുശേഷം വന്നതാണല്ലോ വിൻസെൻ്റ്. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ആ ഒരു ഇതിലാണ്. ജയനൊക്കെ മുഖത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, കവിൾ തടത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്ര തന്നെ കവിളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഹിന്ദി സിനിമാക്കാരാണ് എന്ന് പറഞ്ഞാൽ അന്ന് തകർത്ത് നടന്നിരുന്ന ഹിന്ദി സിനിമാ നടീനടന്മാരെല്ലാം ശരീരം കണ്ടമാനം സൂക്ഷിക്കുന്ന ആളുകളാണ്. അവരുടെ അപ്പോൾ ഫിസിക്കെല്ലാം സൂക്ഷിക്കുന്ന ആളുകളാണ്. നടിമാരാണെങ്കിൽ ഒട്ടും വണ്ണം വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. നടന്മാരാണെങ്കിലും വണ്ണം കൂടുതൽ വയ്ക്കണ്ട. അപ്പോൾ അന്നുള്ളത് ദേവാനന്ദ്, അല്ലെങ്കിൽ മറ്റേ ദിലീപ് കുമാർ, അല്ലെങ്കിൽ ഒരു ജോയ് മുഖർജി എന്ന് പറഞ്ഞ ആളുണ്ട്. ഷമ്മി കപൂറുണ്ട്. ഷമ്മി കപൂറുമൊക്കെ എന്ത് കവിളാണ്. അപ്പോൾ അവരെ പോലെ രൂപമാകാനുള്ള ശ്രമമാണ് അറിഞ്ഞോ അറിയാതെ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. തെറ്റാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്ന് കഴിയുന്നതിൽ 1-2 ദിവസം പഷ്ടി കിടക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നേരമുള്ള എനിക്കിത് കൂടുതലൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു അന്ന്. ആ ആരോഗ്യം അല്പം കൂടെ ഒന്ന് ചൊട്ടിയിട്ട് ഒരു കൊലുകൊലുന്നനെയുള്ള ഒരാളായിട്ട് രൂപം കൊള്ളുന്നതാണ്, മാറുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. ഇതൊക്കെ മാറ്റിമറിക്കുന്ന ഒരു അഭിപ്രായമാണ് ദിനകരൻ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഒരു പുഷ്ടി ശരീരത്തിനും വയ്ക്കുന്നത് നല്ലതാണ് ഈ ക്യാരക്ടറിന്. സാറ് ഒന്ന് നോക്കിക്കോണം, എങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ വിളി വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുകയാണ്. കൊടൈക്കനാലെത്തി, താമസിച്ചു. അവർ ലൊക്കേഷൻ കാണാൻ പോയി. പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ അതൊക്കെ ഫിക്സ് ചെയ്തു. തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സീൻ എന്താണെന്ന് എന്നോട് റഷീദ് വന്ന്, അത് MT വാസുദേവൻ നായരുടെ അല്ലെങ്കിൽ MT വാസുവേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മറ്റേ ഒരു അടൂർ സ്കൂൾ പോലെ അല്ല. ഇത് ഈ ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് വന്ന്, അസോസിയേറ്റ് ഡയറക്ടർ വന്ന് ഈ കഥകൾ മുഴുവൻ ഈ സിനിമയിൽ സംഭവിക്കാൻ പോകുന്ന കഥ ഇന്നതാണ്, അത് നിങ്ങളുടെ ഒരു ഭാഗം ഇതാണ്, ഇതിങ്ങനെ പറയുകയും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരാളെ തന്നെ അല്ലെങ്കിൽ 2, 3, 4 പേരെ ഇരുത്തി വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് നമ്മുടെ ഭാഗം എഴുതിയ സ്ക്രിപ്റ്റ്, ബാക്കിയുള്ളവരുടെ ഡയലോഗ് മുഴുവൻ കാണുകയില്ല, തുടക്കവും ഒടുക്കവും മാത്രം കാണും. പിന്നീട് നമ്മുടെ ഡയലോഗ് അതെഴുതി ആ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ തരും. അത് കാണാതെ പഠിക്കാൻ, ഡയലോഗിൻ്റെ ഒരു സ്റ്റൈലിലൊന്നും പഠിക്കണ്ട, ആ വേർഡുകൾ കാണാതെ പഠിക്കുക, ആ ഒരു വാചകങ്ങൾ കാണാതെ പഠിക്കുക, അത് മതി. ബാക്കിയൊക്കെ അവിടെ വരുമ്പോൾ ചെയ്യാം. ഇതാണ് സ്റ്റൈൽ. അപ്പോൾ അങ്ങനെ റഷീദ് കാരാപ്പിടി ചെയ്തു. പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന സീൻ എന്താണെന്ന് പറഞ്ഞു. ചിലപ്പോൾ സെറ്റിന് ആരെങ്കിലും വരുമായിരിക്കും ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. എനിക്കത് എന്തോ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പിറ്റേ ദിവസത്തെ വർക്കിനെ കുറിച്ച് പറയാനായിട്ടായിരിക്കും എന്നാണ് എൻ്റെ ധാരണയുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം വന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആൾ എന്നോട് പറഞ്ഞു,